എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IPL കുറച്ച് സൊറകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തത്. ഞാൻ ഒരു 8 മത്സരത്തിൻ്റെ ഒരു പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു, ആര് വിജയിക്കുന്നില്ലത്. അതിലൊരു 5 മത്സരം ഞാൻ പറഞ്ഞ രീതിയിലാണ് നടന്നിട്ടുള്ളത്. 3 മത്സരം തോറ്റിട്ടുണ്ട്. അതിൽ 2 മത്സരം തോറ്റെന്ന് പറഞ്ഞാൽ ചെന്നൈയാണ്. പിന്നെ ഒരു മത്സരം മുംബൈ GT മത്സരത്തിൽ ഞാൻ മുംബൈനെയാണ് വിജയമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായത്. അതിൽ GT ആണ് മത്സരം വിജയിച്ചിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ചെന്നൈനെ കുറിച്ചിട്ടാണ്. ചെന്നൈ ആദ്യ മത്സരം മുംബൈയോട് ജയിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ പ്ലേയിൽ 6 ഓവറിൽ 62 റൺ അടിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു മെയിൻ ഘടകം തന്നെയായിരുന്നു ഒരു വിക്കറ്റ് നഷ്ടത്തിൽ. അതിനുശേഷമുള്ള 2 മത്സരത്തിൽ പവർ പ്ലേയിൽ അടിച്ച റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ ചലഞ്ചേഴ്സിനോട് 30 റൺ എടുക്കുന്നതിനിടക്ക് 3 വിക്കറ്റാണ് 6 ഓവറിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇന്നലെ നടന്ന രാജസ്ഥാൻ റോയൽസ് ആയിട്ടുള്ള മത്സരത്തിൽ 6 ഓവറിൽ 42 റണ്ണാണ് എടുത്തിട്ടുണ്ട് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ. അതിൽ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ആദ്യത്തെ 3 ഓവറിൽ എനിക്ക് തോന്നുന്നു 7 റണ്ണാണ് പവർ പ്ലേയിൽ ഉണ്ടായെന്ന് തോന്നുന്നത്. പിന്നെ അവസാനത്തെ 1-2 ഓവറിലാണ് 5-ാമത്തെ 6-ാമത്തെ ഓവറിൽ കുറച്ച് റണ്ണ് വന്നുകൊണ്ടാണ് ഈ 42 റണ്ണ് എത്തിയത്. നമ്മളൊരു 150 റണ്ണൊക്കെ ചേസ് ചെയ്യുമ്പോൾ മിനിമം ഒരു 6 ഓവറിൽ ഒരു 65-70 റണ്ണൊക്കെ എന്തായാലും എടുക്കണം. ചെന്നൈന് ഇന്നലത്തെ പവർ പ്ലേയിലെ കളി കണ്ടു കഴിഞ്ഞാൽ അവരൊരു 100 റണ്ണ് ചേസ് ചെയ്യുന്ന കളിയാണ് ഉണ്ടായത്. പിന്നെ അതിന് ശേഷം നമുക്ക് അത്രയും സ്ട്രോങ് മധ്യനിര ഉണ്ടെങ്കിൽ വിക്കറ്റ് പോകാണ്ട് കളിച്ചാലും പ്രശ്നമില്ല, പിന്നെ അടിക്കാനില്ല. ഇത് മധ്യനിരയിലും അടിക്കാൻ ആളില്ല, ഓപ്പണിങ്ങും അടിക്കുന്നില്ല. എനിക്ക് ഇപ്പോൾ മനസ്സിലാവാത്ത രാഹുൽ ത്രിപാഠിന് എന്താണ് ഇവർ ഓപ്പണിങ് ഇറക്കുന്നതെന്നില്ലാണ്. ഒന്നുമില്ലെങ്കിലും അവിടെ ശരിക്കും കോൺവേനൊന്ന് പരീക്ഷിക്കാമായിരുന്നു. നമുക്ക് ഇന്നലെ അവർ ജാമി ഓർട്ടനെയാണ് ബോളിങ്ങിലേക്ക് കൊണ്ടുവന്നു, സാംകറിന് പകരമായിട്ട്. എനിക്ക് ഒരു ഇന്ത്യൻ ബോളറെ എടുത്തിട്ട് ആ ഒരു പൊസിഷനിൽ ഒരു ബാറ്റ്സ്മാനും കൂടി ഇടുന്നതാണ് ഇവർക്ക് ഏറ്റവും നല്ലത്. പിന്നെ ഇന്നലെ നമുക്ക് കുറച്ച് പ്രതീക്ഷയിലൊരു ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞാൽ രവീന്ദ്ര ഡക്കായിട്ടും പോയി. പിന്നെ നമുക്ക് അതിൽ കുറച്ചൊന്ന് വന്നിട്ട് കളി കുറച്ച് മാറ്റിയിട്ടുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ ദുബെ ആയിരുന്നു. 1-2 സിക്സും 1-2 സിക്സ് അടിച്ച് 4 ഒക്കെ അടിച്ച് പുള്ളി പോകുമ്പോൾ അടിപൊളി ഒരു ക്യാച്ചാണ് ഇന്നലെ പരാഗ് എടുത്തിട്ടുണ്ടായത്. ശിവൻ ദുബേനെ പുറത്താക്കിയ ക്യാച്ച്, നല്ല ക്യാച്ചായിരുന്നു അത്. പിന്നെ ചെന്നൈൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋതുരാജ് ഔട്ടാകുമ്പം 16 ഓവർ ആകുമ്പോൾ 130 റണ്ണുണ്ടായിരുന്നു. പിന്നെ 53 റണ്ണായിരുന്നു വേണ്ടി വന്നത്. അവിടെ MS ധോണിയും ജഡേജയും കൂടിയിട്ട് 2 ഓവറിൽ 13 റൺ റേറ്റിലത് അവസാനം 2 ഓവറിൽ 20 റൺ റേറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വെറും സിംഗിൾ എടുത്തിട്ട് അടിക്കേണ്ട സമയത്ത് അടിക്കാണ്ട്. ഞാൻ ഒരു ധോണി ഫാനാണ്, ചെന്നൈനെ ഒരുപാട് വർഷങ്ങളായിട്ട് സ്നേഹിക്കുന്നു. പക്ഷെ ഇങ്ങനെയൊന്നൊരു കളി ധോണിന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇത്രയും വയസ്സായി, ഓക്കെ, അത് ഉൾക്കൊള്ളുകൊണ്ട് തന്നെ പുള്ളി ഒന്ന് മാറിക്കൊടുക്കുന്നു. അല്ലെങ്കിൽ പുള്ളി എന്താ പറയുക, ആ 13 റൺ റേറ്റ് അതുപോലെ കൊണ്ടുപോയി ചിലപ്പോൾ കളി ഇന്നലെ നമ്മളെ കയ്യിലിരിക്കട്ടെ. അത് സിംഗിൾ എടുത്തും ബോൾ മിസ്സാക്കി അവസാനം 2 ഓവറിൽ 40 റൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റണ്ണ് തന്നെയാണ്. പിന്നെ അതിനിടയ്ക്ക് 19ാമത്തെ ഓവറിൽ ഒരു 19 റൺ അടിച്ചുകൊണ്ട് അവസാനത്തെ ഒരു ഓവറിൽ 20 റണ്ണ് അങ്ങനെ എന്തോ വേണ്ടി വന്നത്. പിന്നെ ബോളിങ്ങിൽ പറഞ്ഞാൽ നൂർ അഹമ്മദ് അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ബോളിങ് ഖലീൽ അഹമ്മദും കുഴപ്പമില്ലാണ്ട് എറിയുന്നുണ്ട് എൻ്റെ ഒരു ഇതിൽ. പിന്നെ പതിനാൻ അവസാനത്തെ 2 ഓവർ നന്നായിട്ട് എറിഞ്ഞുകൊണ്ടാണ് അവരെ സ്കോർ. ഞാൻ ഒരു 230 രാജസ്ഥാൻ അടിക്കുന്നില്ല ഒരു പ്രതീക്ഷയിലുണ്ടായിരുന്നു ആദ്യത്തെ അവരെ കളി കണ്ടിട്ട്. പിന്നെ അതിനിടക്ക് അവരെ നിരീക്ഷണ പോയതാണ് അവർക്കൊരു ഇത് കിട്ടിപ്പോയത്, ബ്രേക്ക് ത്രൂ ചെന്നൈക്ക് കിട്ടിപ്പോയത്. പിന്നെ അതിനിടക്ക് തന്നെ കുറേ നല്ല ക്യാച്ചസ് ഉണ്ടായിരുന്നു ഇന്നലത്തെ മാച്ചിൽ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയാൻ പരാഗ് എടുത്ത ക്യാച്ച് തന്നെയാണ്. അത് നല്ല ക്യാച്ചായിരുന്നു. പിന്നെ ഇതേ ഒരവസ്ഥയിലാണ് പോകണമെങ്കിൽ ചെന്നൈ ഏറ്റവും ലാസ്റ്റ് ഇരിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്താൻ സാധ്യതയുണ്ട്. ബാക്കി എല്ലാ ടീമും 2 വിക്കറ്റോ 3 വിക്കറ്റോ പവർ പ്ലേയിൽ പോയാലും അവരെ റണ്ണൊരു 50 റണ്ണിന് മുകളിൽ എത്തിക്കേണ്ട കളി അവർ കളിക്കുന്നുണ്ട്. ഇവിടെ നേരെ തിരിച്ച് വിക്കറ്റും പോകുന്നില്ല, റണ്ണും അടിക്കുന്നില്ലാത്തൊരവസ്ഥയാണ് ഇന്നലത്തെ കളിയിലുണ്ടായത്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് രാഹുൽ ത്രിപാഠിന് ഒരിക്കലും ഓപ്പണിങ്ങിൽ പുള്ളിനെ ഇറക്കേണ്ട ഒരു ആവശ്യമില്ല. പുള്ളി വണ്ടവണാണ് മുന്നേ കൊൽക്കത്തയിലും ഇതിലൊക്കെ ഞാൻ കണ്ടത്. ഞാനും അതാണ് പ്രതീക്ഷിച്ച ആദ്യം ഈ സ്ക്വാഡ് കാണുന്ന സമയത്ത്. ഫസ്റ്റ് ഋതുരാജ് ഓപ്പണിങ്ങിൽ വരുന്നതാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് ചെന്നൈ ഇങ്ങനെ ഇത് തീരുമാനിക്കുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ ഇനി അടുത്ത 2 മത്സരം ചിലപ്പം ഇത് ഇറക്കിയിട്ട് ചിലപ്പോൾ പുള്ളി അടിക്കുമായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. പിന്നെ ഇനിയിപ്പം ചെന്നൈക്ക് ഒരു 11 മത്സരമുണ്ട്. പക്ഷെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് നമുക്ക് മത്സരം കാണാനില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ. എന്നാൽ എതിർ ടീം ഒരു 200 റണ്ണൊക്കെ ചേസ് ചെയ്ത് 200 റണ്ണൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ ബാറ്റിംഗ് നിര വെച്ചാൽ ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ IPLന്റെ അടുത്ത മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈയും KKR ആണ് ഏറ്റുമുട്ടുന്നത്. മുംബൈയിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത്. മുംബൈൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹർദിക് പാണ്ഡ്യയും വന്നിട്ട് മുംബൈ
ജയിക്കുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മിനിയാന്ന്. പക്ഷെ ഹർദിക് പാണ്ഡ്യ തന്നെയാണ് മിനിയാന്നത്തെ കളിയും കളഞ്ഞത്. അസാധ്യ ഇതായിരുന്നു. ചെന്നൈൻ്റെ അവസ്ഥ പറഞ്ഞ പോലെ ഒരേ ബോള് സിംഗിളും എടുക്കുന്നില്ല. അങ്ങനെയാണ് ആ കളി അവർ GT തോക്കാനാണ് കാരണം തോന്നുന്നു എനിക്ക്. ഇന്ന് നടക്കുന്ന മുംബൈ KKRൽ ചെറിയൊരു സാധ്യത ഞാൻ കാണുന്നത് മുംബൈക്ക് തന്നെയാണ്. അതായത് ആദ്യം ഹോം മത്സരമാണ് മുംബൈൻ്റെ. അതുകൊണ്ട് ഹോമിൽ വിജയിച്ചുകൊണ്ട് മുംബൈ തുടങ്ങുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നാളത്തെ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LSGയും പഞ്ചാബും തമ്മിലാണ്. LSGയും പഞ്ചാബും തമ്മിലുള്ള മത്സരത്തിൽ LSGൻ്റെ ബാറ്റിംഗ് നിര അത്യാവശ്യം നല്ലതാണ്. നിക്കോളാസ് പൂർവനും മിച്ചൽ മാർഷൊക്കെ നല്ല ഫോമിലാണ് ഉള്ളത്. എന്നാലും ഞാൻ പഞ്ചാബിനെയാണ് ഇതിൽ വിജയിയായി പ്രഖ്യാപിക്കുന്നത്. പിന്നെ അടുത്തൊരു നല്ല ഇൻട്രസ്റ്റഡ് മത്സരം എന്ന് പറഞ്ഞാൽ RCBയും ഗുജറാത്തും തമ്മിലൊരു മത്സരമുണ്ട് ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്നത്. ബാംഗ്ലൂരിൻ്റെയും ആദ്യ ഹോം മത്സരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിനൊരു ചെറിയ വിജയ സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ അടുത്ത മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KKRും SRHും തമ്മിലാണ്. അത് കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതൊരു ഹൈ സ്കോറിങ് മാച്ച് ആവാനുള്ള സാധ്യതയെല്ലാം ഉണ്ടാവും. എന്തായാലും KKR വിജയിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ LSG മുംബൈയും തമ്മിലൊരു മത്സരമുണ്ട്. അതിൽ LSG വിജയിക്കുന്നതാണ് ഞാൻ പറയുന്നത്. പിന്നെ CSKയും ഡൽഹിയും തമ്മിലൊരു മത്സരമുണ്ട് ചെന്നൈയിൽ വെച്ചിട്ട്. അതിൽ ഞാൻ സാധ്യത കാണുന്നത് ഡൽഹിക്കാണ്. എന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ സ്പിൻ പിച്ചാണ്. പക്ഷേ അവിടെ കുൽദീപ് യാദവും അക്ഷർ പട്ടേലിനും പോലത്തെ ബൗളേഴ്സ് ഉണ്ട്. പിന്നെ അവരെ ഓപ്പണിങ്ങിൽ ഡുപ്ലേസിസ് ഉണ്ട്. ഒരുപാട് വർഷം ചെന്നൈ കളിച്ചുകൊണ്ട് തന്നെ ചെന്നൈ പിച്ചിനെ ഒരുവിധം പുള്ളിക്ക് അറിയാൻ പറ്റും. പിന്നെ അവിടെ KL രാഹുലും തിരിച്ചെത്തിയതുകൊണ്ട് തന്നെ അവരുടെ ബാറ്റിങ്ങും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുണ്ട്. പിന്നെയുള്ള മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബും രാജസ്ഥാൻ റോയൽസും തമ്മിലാണ്. ഇതെന്തായാലും പഞ്ചാബ് വിജയിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സഞ്ജു സാംസൺ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുമെന്ന് വിചാരിക്കാം. പിന്നെ അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ SRHും GTയും തമ്മിലൊരു മത്സരമുണ്ട്. അതിൽ SRH വിജയിക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതും ഒരു ഹൈ സ്കോർ മാച്ചിങ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ഫസ്റ്റ് ബാറ്റ് ചെയ്ത SRH പിന്നെ അവർ എത്ര വിക്കറ്റ് പോയാലും അവരെ കളിശൈലി അവർ മാറ്റുന്നില്ല. അതാണ് അവരുടെ ഒരു ഇത്. ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ഇതിൽ ഏതൊക്കെ ശരിയാവുമെന്ന് അറിയില്ല. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.